SRR vs TV എന്നാണ് ഇപ്പൊ പറയണ ചാറ്റ്. രായണ്ണനെ അടിച്ചു കൊന്നാണ് അറിഞ്ഞത്. അടിച്ച് കേറിട്ട് അഡ്മിൻ ലൈവ് ആരെങ്കിലും ഉണ്ടോ? അലിമി ലൈവ് ഉണ്ടെന്നോ നോക്കാം. നമുക്ക് വണ്ടിയില്ല, നമുക്ക് വണ്ടിയില്ല. വണ്ടിയില്ലാതെ കളിക്കുന്നത് വേറെ കളിക്കുന്ന പോണത് മണ്ടത്തരവാ. അല്ല ഇത് രായനെ കൊല്ലെല്ലാം ചെയ്തോ? ഇത് എവിടെ സിറ്റുവേഷൻ? എവിടെ? ഗ്രൂപ്പിലൊന്നും പറയുന്നില്ലല്ലോ. ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ കണ്ണപ്പിടുത്ത ആരാ പറഞ്ഞ രായണ്ണ അടിച്ചറിഞ്ഞെന്ന്? നമ്മള് കണ്ട്. അല്ല ഇവിടെ ചാറ്റി പറഞ്ഞ കണ്ടോണ്ടാണ് ഞാൻ അറിയുന്ന നമ്മള്. ഹേന വീണ്ടും പോയപ്പോ 2 വണ്ടിക്കും കൊളീഷൻ ഉണ്ട് ബ്രോ. അത് മാറ്റി എടുക്കണമെന്നാണ് അവര് പറയണത്. അത് മാറ്റിയിട്ട് സബ്മിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. 2 വണ്ടിയും നമ്മുടെ പോയി. ഇതെവിടെ? അണ്ണാ സാഹിബിനെ വിളിക്കുക ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സോൾവ് ബ്രോ 5 പൗണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ ഇപ്പം കളിച്ചോണ്ടിരിക്കല്ലേ. BGMI സ്ക്വാഡിൽ എന്നെ എളുപ്പെടുത്താവോ? മോയെ നൻഷാദ് ബ്രോ. അയ്യോ ബ്രോ ഞാൻ ചുമ്മാ പറഞ്ഞ. BGMI ഒന്നും ഞങ്ങൾ കളിക്കാറില്ല. ചന്ദ്രനും ബാബു ഈഗിൾ എണ്ണ TVMൽ ഒന്ന് കാണാൻ, TVMൽ ജസ്റ്റ് ഒന്ന് കാണാൻ ഞാനും വരും. കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. ഗ്യാങ് ഈസ് പൊളി സാധനം. കാർത്തിക് രത്നം ബ്രോ താങ്ക് യു സോ മച്ച്. അത് 100. ബാക്ക് അടിച്ച് നോക്കണ. ബാക്ക് അടിക്കാൻ എവിടെ വരെ ബാക്ക് അടിക്കണം? ഇത് എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ എങ്ങനെയാണ് ഗൈസ്? ടൈം സ്റ്റാമ്പ് വല്ലതും പറയുമോ? എത്ര മണിക്കൂർ മുമ്പ് അതൊന്ന്? 8 മിനിറ്റ് ബാക്ക് അടിക്കുന്നോ? എല്ലാരും ആയിട്ടുള്ള സീനാണോന്ന് അറിഞ്ഞൂടാ കേട്ടാ. രായനെ രണ്ടുപേരും ഇത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ്. കാരണം എന്താണെന്നറിയാവോ? ഇന്ന് ബെല്ലാരി വേഴ്സസ് വീഡിയോ വന്നു. അതിന്റെ കൂടെ നമ്മൾ ഇത് റിയാക്ട് ചെയ്തു. ഇപ്പൊ കേക്കുന്നില്ലേ? ഹലോ കേക്കുന്നില്ലേ? ഹലോ അല്ല ഇതിപ്പോ ഞാൻ അല്ല ഇത് ഞാനിപ്പോ പറയാം. അതിനകത്ത് കുറെ തന്തയില്ലാത്ത കഴിവന്മാരുണ്ട്. മറ്റേ എന്തൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാലും മറ്റേ റിവലറി മാത്രം വെച്ചിരിക്കണ കുറച്ച് അവന്മാരുണ്ട്. പറയാതിരിക്കാൻ വയ്യ എനിക്ക്. കുറച്ച് കൊച്ചുകുണ്ണുകളുണ്ട് അല്ല സ്റ്റീഫൻ ബ്രോ അടുത്തൊക്കെ പലവട്ടം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നിട്ടും കണ്ടല്ലേ ഗൈസ് അഡ്മിൻസിനെ താങ്ങി ഊമ്പി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി ഇവന്മാർക്ക് ഇത്ര ഫ്രസ്ട്രേഷനാ. ഇന്ന് ആ വീഡിയോ ബെല്ലാരി വേഴ്സസ് അതിന്റെ വീഡിയോ ഇട്ടതും നമ്മളിത് റിയാക്ട് ചെയ്തതുമാണ് ഇവന്മാർക്ക് ഇപ്പൊ ചൊറി. അതിനകത്ത് കയറിയേക്കുന്ന പല ഗ്യാങ്ങിൽ നിന്ന് വന്ന കുറേ വാണപ്പന്മാരുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ എനിക്ക്. അമ്മ അതിൽ കുറേ വാണങ്ങൾ അതിനകത്ത് എടുത്തു വച്ചിട്ടുണ്ട്. അയ്യോ ഹലോ എന്താടാ? ഞാൻ ഗ്യാങ് ഹൗസിലുണ്ട്. ഇതാ ഞാനാ ഇവിടെ ഇരിക്കുന്നത്. ഇതാ രായ എന്തൊരു സീനടാ? പറടാ. ആര് വണ്ടി ഇടിച്ചു വന്നോ? ഗൈസ് ഒരു മിനിറ്റ്. ഡെസ്ക്ടോപ്പ് ഓഡിയോ. ഓക്കെ എന്നിട്ട് അവിടെ മൊത്തം മറ്റേ വണ്ടി കൊണ്ട് ഇടിച്ച് നമ്മളെ കൂട്ടത്തില് പപ്പടവും ഇവനും ചത്ത്. എന്നിട്ട് ബെല്ലാരിയിലുള്ള ഒരാളെന്തോ ചത്ത് അവിടെ. എന്നിട്ട് ഇവന്മാരെ ഇറങ്ങിട്ട് യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല. സിറ്റുവേഷൻ ബിറ്റ്വീൻ SRR ആൻഡ് ബെല്ലാരി എൻഡഡ് ബൈ സെർവർ സൈഡ്. എന്നിട്ട് അവിടെ മറ്റേ വന്നിരുന്ന് ഫുള്ള് പോണ. എന്നിട്ട് ഇവര് ഇത്രയും പേര് മിണ്ടായിരുന്നു. ഞാനടക്കം അവിടെ വന്ന് എന്നെ റേഡിയോയിൽ വിളിച്ചിട്ട് ചായ് പങ്ക് വരാൻ പറഞ്ഞ് എന്റെ അടുത്ത് കാരികുമാർ രണ്ടും വന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ബെല്ലാരിയായിട്ട് അവിടെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കണമെന്ന് വെച്ചിട്ട് മിണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ അഡ്മിൻ ഇറങ്ങി വന്നിട്ട് രണ്ടുപേരും മാറി പോണോന്നൊക്കെ സംസാരിച്ചു. എന്നിട്ടാണ് ഇവന്മാര്
ഇവന്മാർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു അണ്ണൻ വന്ന് അണ്ണന്മാരെ മറ്റേ ഇത് എന്തോ ഇത് പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് അണ്ണാന്ന് വിളി നീയൊക്കെ അണ്ണാന്ന് വിളി ഇതാ വന്ന് നമ്മുടെ ചുറ്റും സംസാരിക്കാണ് പോയത്. അപ്പൊ ഞാൻ അവിടെ വന്നത് ഇവന്മാരെ ഇടിച്ചു വന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ഓക്കെ ഉടനെ അപ്പൊ ഞാൻ പറയണേ നീയൊക്കെ കൂടി സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ ഇവിടെ മുതുക്കിന്റെ ഇതിന്റെ അകത്ത് വന്നിട്ടല്ല സിറ്റുവേഷൻ എടുക്കണം, വെളിയിൽ എവിടെയെങ്കിലും പോയി എടുക്കണം. നീയൊക്കെ കൂടി വണ്ടി കൊണ്ട് ഇടിച്ച് നമ്മളെ കൂട്ടത്തില് രണ്ടുപേര് ചത്തെന്നുള്ള രീതി പറഞ്ഞപ്പോ അണ്ണാ അവിടെയുള്ള എല്ലായിടത്തിനും ഡി മേടിച്ചൊന്ന് വിട്ടണ്ണ ആ ഒരു തെറിവിളി ഒന്നും കാര്യമാണ് പറഞ്ഞു മനപ്പൂർവ്വം ഇടിക്കാൻ നോക്കിയാണെന്ന്. ഇത്ര നേരം സിറ്റുവേഷൻ അവിടെ സിറ്റിസന്റെ അടുത്ത് എടുക്കാൻ ആദ്യമേ ഡി മേടിച്ചു വിടുമായിരുന്നു അണ്ണ. എന്നിട്ട് നമ്മളെ മാത്രമാണ് അവിടെ നമ്മൾ സംസാരിക്കാൻ വന്ന് നമ്മളന്ന് ഡി മേടിച്ചെന്ന് വിട്ടേ ഗ്യാങ് ഹൗസിലോട്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾ ഇടിച്ചിട്ട് സോറി പറയട്ടാന്ന് വെച്ച് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. നിങ്ങൾ കൊറേ ഇവന്മാര് കാണിക്കാൻ തുടങ്ങി എന്തോ ആണെന്നുള്ള വിചാരമാണ് ഈ എസ് ആർ അതിപ്പോ വീഡിയോ വന്നില്ലേ ഇന്ന് ഇന്ത്യയാണ് വീഡിയോ വന്നതിന്റെ ഫ്രസ്ട്രേഷൻ ഒരു വാർ തോറ്റെന്നും പറഞ്ഞു ഇത്രയും കാടയുണ്ടോ എനിക്ക് മനസ്സിലാവുള്ള ഇത് എനിക്ക് മനസ്സിലാവുള്ള. കാരണം അവിടെ നിന്ന് കൊണച്ച കാണണം എന്റെ പൊന്നാണ് അത് ആരായിരുന്നാലും കുട്ടിപ്പോവും അത്രയ്ക്ക് കോണാ. വേറെ തോക്കാറും ജയിക്കാറൊക്കെ ഉണ്ട് ഇത്ര ഇതില്ല ആർക്കും. അല്ലല്ല വേറെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഗ്യാങ് വണ്ടി ഇല്ല കേട്ടാ, നമ്മുടെ ഗ്യാങ് വണ്ടി ഇല്ല. ഗ്യാങ് വണ്ടി കൊടുത്തതാണെന്നാ കേറ്റാത്തതാണ് കൊടുത്ത് അതാ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇന്നില്ലല്ലോ വണ്ടി ഇല്ലല്ലോ, വണ്ടി ഇല്ലാതെ പോയി വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ബെല്ലാരിയുടെ വണ്ടി വെച്ചാൽ കിട്ടത്തില്ലേ? അങ്ങനെയാ ബെല്ലാരിയുടെ വണ്ടി ചോദിച്ചാലൊന്നും കിട്ടത്തില്ല, നമ്മള് മറ്റേ കോമൺ വണ്ടിയിൽ കളിക്കേണ്ടി വരും. ബെല്ലാരിയുടെ വണ്ടി ഒന്നും ചോദിച്ചാൽ കിട്ടത്തൊന്നുമില്ല. നേരത്തെ ഇതേപോലെ എന്തോ ചെയ്തിട്ടുണ്ടെണ്ണ ഒരുത്തന്മാര് സെപ്പറേറ്റ് കയറ്റിയതാണോ? അല്ല DRVയുടെ വണ്ടി 6 വണ്ടി എടുത്ത് ഉപയോഗിച്ചോണ്ടിരുന്നില്ല അണ്ണാ. ആ വണ്ടിയിൽ ബെല്ലാരി എഴുതിയിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അവര് തന്ന മുമ്പത്തെ കോമൺ വണ്ടിയായിരുന്നു, അതിന്റെ അകത്ത് ബെല്ലാരി എന്നൊന്നും എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നു, ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കളർ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഗ്യാങ്ങിന്റെ വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇനി ബെല്ലാരിയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ കുറെ എണ്ണം തുടങ്ങും. ഇനി മറ്റേ വണ്ടി ഇടം മേടിച്ച വണ്ടി ഇടം മേടിച്ചെന്ന് പറഞ്ഞിട്ട് കുറെ അമ്മമാര് വരും. വെറുതെ എന്തിനാ വണ്ടി വന്നിട്ട് എടുത്താൽ മതി. അല്ല ഞാൻ പറഞ്ഞതേ. പപ്പടേ നമ്മള് ഡിസഡ്വാൻറ്റേജ് പോയി കയറി കൊടുക്കുന്നത് മണ്ടത്തരമാണോടാ എപ്പോഴും. പപ്പടേ നമുക്ക് വാശിയുണ്ടെന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കുന്നതല്ലല്ലോ അതിന്റെ ശരിയെന്ന് പറയണത്. നമുക്ക് വണ്ടി വേണം, നമുക്ക് നമ്മുടെ വണ്ടി ഇല്ലാതെ പോയി കളിച്ചിട്ട് എന്ത് ചെയ്യാനാ? വേറെ ഒരു പരിചയം ഇല്ലാത്തൊരു വണ്ടി നിനക്ക് തന്നിട്ട് നീ അതും കൊണ്ട് പോയി സിറ്റുവേഷൻ എടുത്തിട്ട് നമുക്ക് തോറ്റ വണ്ടി എത്ര മാറ്റിക്കൊണ്ടിരിക്കുന്നു. എടാ ആരോട് പറയാനേ എനിക്ക് പറഞ്ഞില്ല. കണ്ട കൊച്ചു കുണ്ണയും കൊച്ചു പറയാനെയൊക്കെ പിടിച്ചു വെച്ചിട്ട് എനിക്ക് വണ്ടിയുടെ വണ്ടി മാറ്റി തരണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാൻ പറ്റും? ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ വണ്ടി എങ്ങനെയാണ് ശരിയാക്കി കൊടുക്കണം ഇവനൊക്കെ? ഞാൻ ഇനി വണ്ടിയുടെ ചുണ്ണാമണി ശരിയാക്കാൻ ഓരോ ദിവസവും കയറിയിരുന്ന് ഇതെല്ലാം മറ്റേ ആണാണോ പെണ്ണാണോ എന്ന് നോക്കി കൊടുക്കാൻ വണ്ടി. അല്ലാതെ ഞാൻ എന്ത് പറയാനേ? എത്ര ശരിയാക്കി കൊടുത്താലും ഇത് തന്നെയല്ലേ ഇത് ഉണ്ടാവുന്നേ, അല്ലാതെ എന്തിനു പറയാനാ? ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് ഇത്രയും ദിവസമായിട്ട് അതിനെ ഇട്ട് വെട്ടി കീറി അത് ഇല്ലാണ്ടാക്കി കുളിപ്പിച്ച് കൊച്ചിനെ കുളിപ്പിച്ച് കൊച്ചിനെ കൊന്നു എന്ന് പറഞ്ഞതുപോലെ ആയി ഇതിപ്പോ. ഈ പറഞ്ഞ കംപ്ലൈന്റ്സ് ഒക്കെ അഡ്മിൻസ് പറഞ്ഞത് നല്ല കാര്യം തന്നെ, നമുക്ക് ഒരു കുഴപ്പമില്ല. ഓരോരോ കാര്യങ്ങൾ തുണ്ട് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് തന്നെ. പക്ഷെ എല്ലാ ഗ്യാങ്സിനും ഇത് വേണം, മനസ്സിലായി? ഇവയ്ക്ക് മാത്രം ആവരുത്. കാരണം വെച്ചാൽ മെനിങ്ങാന്ന് ഞാൻ നോക്കിയപ്പോ ഏലക്സിന്റെ ബാക്കിൽ മറ്റേ കൊല്യൂഷൻ ബാക്കിൽ അത് വന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് കണ്ടത്. നമ്മളെ വണ്ടിക്കാണെങ്കിൽ മറ്റേ സൈഡിൽ പൊട്ടുണ്ടെങ്കിൽ മറ്റേ മറകുണ്ടെങ്കിൽ അപ്പ കണ്ടുപിടിച്ചെങ്കോ എന്ന് പറയും. ഇതേപോലെ എല്ലാ ഗ്യാങ്ങിനും കണ്ട് പറഞ്ഞാൽ മതി. പിന്നെ സ്പീഡ് കയറുന്നത് സ്പീഡിന്റെ ലിമിറ്റ് 250 ആയിരുന്നു നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുത്തത്. അതിലൊരു 6 കൂടണം കണ്ടപ്പോ 6 കൂടാൻ പറ്റില്ല, 250 തന്നെ കയറണമെന്ന്. മറ്റേ ഗാങ്സിന് 270 280 സൈഡ് റോഡ് മറ്റേ റോഡ്. അപ്പൊ അതൊക്കെ പറയാറിയാം. എന്താ കളി പറഞ്ഞ ഉള്ള കാര്യം പറഞ്ഞ കളി പറഞ്ഞു. ആ ബുലാന്റെ അടുത്ത് ചോദിച്ചൊക്കെ മനസ്സിലാവും. ബുലാൻ അവനാണ് പോയി ഇതിന്റെ പറയാൻ ഇരിക്കുന്നത് 24 ഒരു വണ്ടി എടുത്ത് അടുത്ത ക്ലിയറാ പറഞ്ഞുതരും. കൊടുത്ത് വണ്ടി ബെല്ലാരി ഓൾഡ് ആണോ? ഇപ്പൊ രണ്ടും പോയി. എന്തൊരു അവസ്ഥ ഇതൊക്കെ. SRR ഓൾഡ് ആണോ? ബെല്ലാരി വീട്ടിൽ കയറി പണിയെന്നോ? ഇവിടെ വാർച്ചേരിൽ ഇതേ ഇപ്പൊ ബെല്ലാരി ലൊക്കേഷൻ ഇടാ താളം അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഡെക്ക് ഇരിക്കാണ്. പോട്ടെ സീനില്ല. നമുക്ക് വണ്ടി വന്നിട്ട് സിറ്റുവേഷൻ എടുക്കാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലടാ. ഇപ്പൊ ഇത് വെച്ചിട്ട് എന്ത് സിറ്റുവേഷൻ എടുക്കാൻ വേണം? ഇപ്പൊ എന്തായാലും എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് ഫ്ലഫി, വണ്ടി ഇല്ലാതെ പോണത് മണ്ടത്തരം. ഇല്ല അത് മണ്ടത്തരമാണ്. ഈ റേജില് പോയി ഇതെടുക്കണത് മണ്ടത്തരമാണ്. വണ്ടി കേറ്റിട്ട് എടുക്കാം. എടാ ഫയല് സബ്മിറ്റ് ചെയ്ത് വണ്ടി കേറ്റിട്ട് സിറ്റുവേഷൻ എടുത്താൽ മതി, അല്ലാതെ സിറ്റുവേഷൻ എടുക്കണ്ട.
വണ്ടി വന്നിട്ട് അടിച്ചാൽ മതി എല്ലാം അടിക്കണ്ട, അല്ലാതെ സിറ്റുവേഷൻ എടുക്കണ്ട. ഞങ്ങൾ എല്ലായിടത്തുമായിട്ട് പറയുകയാണ്, ഇനി ഒരു സിറ്റുവേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് അടിക്കാനായിട്ട് എടുക്കണം. അല്ലാതെ വെറുതെ വണ്ടി ഇല്ലാതെ പോയി വീണിട്ട് വണ്ടി ശോകമായിരുന്നെന്ന് പറയാനുള്ള എക്സ്പ്ലനേഷൻ വേണ്ട. വണ്ടി വന്നിട്ട് എടുത്താൽ മതി കേട്ടോ. എല്ലായിടത്തും പറയണേ, വണ്ടി വന്നിട്ട് സിറ്റുവേഷൻ എടുത്താൽ മതി. വണ്ടി ഇല്ലാതെ കളിക്കാൻ പറ്റത്തില്ല, ശോകമാണത്. വണ്ടി ഇല്ലാതെ കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ പോയി വീഴുന്ന കാണാനാണ് നിങ്ങൾക്കെങ്കിൽ ചുമ്മാ ഇപ്പോൾ സിറ്റുവേഷൻ ഇപ്പം തന്നെ 1 2 3 4 5 6 7 8 9 10 പേരാണ് ഇവിടെ. 5 പേരുടെ വലിച്ചു കയറ്റി വേണേ കുണ്ണേ പോക്കി പോകാൻ. വെറുതെയാണത്, വെറുതെയാണ്. ജയിക്കുമ്പോൾ ജയിക്കാൻ കളിക്കണം. അല്ലാതെ ചുമ്മാ നമ്മൾ തോന്നുന്ന രീതിയിൽ ചുമ്മാ പോയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വണ്ടി എന്ന് പറയുന്നത് 2 വണ്ടിയില്ല, 2 വണ്ടി എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണം. പിന്നെ എന്ത് കോമൺ വണ്ടി വെച്ച് കളിക്കണത് അതിൽ ഭയങ്കര ശോകമാണ്. വെറുതെ ബ്രൈൻഡഡ് ആയിട്ട് പോയിട്ട് ഇതാവേണ്ട വരും, ചുമ്മാ പോയി ചത്ത് പുഴുക്കേണ്ട വരും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. മൈനയും ഗാർബേജും ഒക്കെയാണ് ഇപ്പൊ സിറ്റിയിൽ കളിക്കുന്ന വണ്ടികള്. എടാ എന്തെങ്കിലും ഉണ്ടെ വിളിക്കേട്ടാ. ശരി. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് നിങ്ങൾ കോമൺ സിറ്റിസൺ ആയിട്ടിരുന്നപ്പോ നടന്ന ട്രിഗറായ സിറ്റുവേഷൻ ആണോ ഇപ്പൊ ടി വി ആയിട്ടും ബെല്ലാരി ആയിട്ടും? അതോ അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും 2 ഗ്യാങ് ആണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ? അല്ലല്ല, അങ്ങനല്ല. നിങ്ങൾ രണ്ടുപേര് ഗ്യാങ് ഡ്രസ്സിലല്ലായിരുന്നല്ലോ? അല്ലല്ല, ബെല്ലാരിൽ എല്ലാരും ഗ്യാങ് ഡ്രസ് അല്ലല്ലോ, മൾട്ടിപ്പിൾ. അതാ ഞാൻ ചോദിക്കുന്നത്. അല്ല, 2 ഗ്യാങ് ആയിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ ട്രിഗർ ആയ കഴിഞ്ഞാൽ മറ്റേ സസ്പെൻഷൻ അല്ലേ, അതാ ചോദിച്ചത്. അവർക്കത് അറിയത്തില്ലായിരുന്നല്ലോ? വേണ്ട നോക്കട്ടെ. 50 താങ്ങികളും അത് പിടിക്കാൻ ഒരു അണ്ണനും. കണ്ട് മറ്റേ കുണ്ണയല്ലേ സ്വന്തമായിട്ട് മറ്റേ പേരിൽ ഗോട്ട് ഇട്ടേക്കുന്ന മുണ്ടച്ചി? അതെ. ഇത് മറ്റേ ഹാക്ക് മാത്രമായിട്ട് കളിച്ചോണ്ടിരുന്ന ഗ്യാങ്ങില് പയ്യനല്ലേ? അതല്ലേ? അതായത് മറ്റേ നരകന്തി തന്തയില്ലാത്തവന്മാരുടെ കൂട്ടത്തില് മറ്റേ ഇതായിരുന്നു, മറ്റേ ലീഡർ. പ്യുവർ ആർ പി പ്ലേയേഴ്സ് ആണ് അവന്മാരെ. ഒന്നും പറയലടാ ശംഭുക്കുണ്ണ, ഒന്നും പറയലടാ പ്ലീസ്, ഒന്നും പറയല്ലേ. എനിക്കിത് ഇഷ്ടമല്ല. നിങ്ങളാരും അതിനെ പറ്റി ഡിസ്കസ് ചെയ്യല്ലേ? അതെ, നിങ്ങളാരും അതിനെ പറ്റി ഡിസ്കസ് ചെയ്യല്ലേ പ്ലീസ്. പോട്ടെ ഇവന്റെ കളി കണ്ടിട്ട് ആരോ കൂട്ടത്തിലുള്ള ആരോ ശംഭു ബോട്ടെന്ന് വിളിച്ചതാണ്. അവന്റെ ചെവി കേട്ടത് ഗോട്ടെന്നാണ് കേട്ടാ. എല്ലാ കളിയും പുഴുത്തു ചാവുന്നവനാണത്. ശംഭു ബോട്ടെന്ന് വിളിച്ചപ്പോഴേ ബോട്ടെന്നോ അങ്ങനിട്ട വേറാണ് അവൻ. ഗൈസ് ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊക്കെ ഇത് ഓർത്ത് വെച്ചോ. ഈ സിറ്റിയില് സാമാനം ഇട്ട് കളിക്കണ കുറച്ച് അവന്മാരെ ഉടനെ പിടിക്കും. ഉറപ്പ് ഞാൻ പറയാം, ഉടനെ പിടിക്കും. ആ ലിസ്റ്റ് വരും, അത് ഉറപ്പാണ്. അതിൽ ആരൊക്കെ ഉണ്ടേലും അത് സൂൺ അറിയാൻ പറ്റും. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. നിങ്ങൾ അന്നേരം നമ്മള് ഈ ലൈവിലിട്ട് കുറച്ച് താറ്റിയവന്മാരെയും എടുത്തവന്മാരെയൊക്കെ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ അഡ്മിൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പറയുവാണ്. പ്ലേയേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാണ്. ഇവിടെ കുറച്ച് അവന്മാരെ ഉടനെ തൂക്കാൻ പോവാം. ഈ സ്വർഗരാജ്യത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ പറയാണ്, നമ്മുടെ ഈ RP കമ്മ്യൂണിറ്റിയിൽ കുറച്ച് അവന്മാരെ തൂക്കാൻ പോവാം. അപ്പോൾ ഈ പറഞ്ഞതുപോലത്തെ എല്ലാ എണ്ണത്തിനും കാണണം. അത് അന്നേരം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. നിങ്ങളിപ്പോൾ പറയത്തില്ല, അന്നേരം നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. ഉറപ്പ് ഞാൻ പറയാം. MG3 ഒരുത്തിനെ പൊക്കി, ഞാൻ അതല്ല പറയണേ. ബാക്കി ഇനി അങ്ങോട്ട് വരുന്ന ദിവസം നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. കുറച്ച് അവന്മാർക്കുള്ളത് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സിറ്റിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സെയിൻ ബ്രോ എനിക്ക് നന്നായിട്ട് അറിയാം ബ്രോ. എനിക്ക് പേരടക്കം അറിയാം. കുറേ പേരുടെ എന്താടാ കേട്ടില്ല.